ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെയായിരുന്നു. ഈ മത്സരത്തിൽ കുൽദീപ് യാദവിന് ഒരു വിക്കറ്റ് പോലും നേടാൻ സാധിച്ചിരുന്നില്ല. ഇതോടെ വിമർശനങ്ങളും എത്തി. ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരം ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ആയതിനാൽ റിസ്ക് എടുക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് കുൽദീപിനെ പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റണം എന്ന ആവശ്യമുയർന്നു. പക്ഷേ ഇന്ത്യയുടെ പരിശീലകൻ ഗൗതം ഗംഭീറിനും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം കുൽദീപ് തകർത്തില്ല. 3 വിക്കറ്റുകൾ നേടി ഇന്ത്യയുടെ ബൗളിംഗ് നിരയിൽ തിളങ്ങിയിരിക്കുകയാണ് കുൽദീപ്. ICC ചാമ്പ്യൻസ് ട്രോഫി ആരംഭിച്ചതു മുതൽ ഏവരും കാണാൻ കാത്തിരുന്ന മത്സരം ഇന്ത്യ പാക് മത്സരമാണ്. തുടക്കത്തിൽ റൺസ് നേടാൻ പാക് ബാറ്റിംഗ് നിര നന്നേ ക്ഷീണിച്ചു എന്ന് തന്നെ പറയാം. തുടക്കത്തിൽ 47 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടമായി കാലിടറിയ പാകിസ്ഥാൻ പതിയെ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പിന്നെ വിക്കറ്റുകൾ ഓരോന്നായി വീണു തുടങ്ങി. 50 ഓവർ പൂർത്തിയാക്കാൻ 2 പന്ത് ബാക്കി നിൽക്കെ 241 റൺസ് നേടി പാക് ഓൾ ഔട്ടായി. ഇതിൽ കുൽദീപ് യാദവ് എന്ന സ്പിന്നറിന്റെ പങ്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 40 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് ഇന്ത്യക്കായി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒപ്പം തന്നെ ഒരു സുപ്രധാന നേട്ടം കൈവരിക്കാനും കുൽദീപിന് ഈ മത്സരത്തിലൂടെ സാധിച്ചു. എന്തെന്നാൽ 300 അന്താരാഷ്ട്ര വിക്കറ്റുകൾ എന്ന സുപ്രധാന നാഴികക്കല്ലിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവ്. ഈ നാഴികക്കല്ല് കൈവരിക്കുന്ന 13ാമത്തെ ഇന്ത്യൻ ബൗളറും 5ാമത്തെ ഇന്ത്യൻ സ്പിന്നറുമാണ് അദ്ദേഹം. അനിൽ കുംബ്ലെ, രവിചന്ദ്രൻ അശ്വിൻ, ഹർഭജൻ സിംഗ് തുടങ്ങിയ പ്രമുഖരും ഈ എലൈറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം 2017 മാർച്ചിൽ ധർമ്മശാലയിൽ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരത്തിനിടെയായിരുന്നു യാദവിന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം. അദ്ദേഹത്തിന്റെ അതുല്യമായ ബൗളിംഗ് ശൈലി പെട്ടെന്ന് തന്നെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇത് എല്ലാ ഫോമാറ്റുകളിലും തുടർന്നുള്ള പ്രകടനങ്ങളിലേക്ക് നയിച്ചു. ശക്തരായ എതിരാളികൾക്കെതിരെ ഈ അപൂർവ നേട്ടം കൈവരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി അദ്ദേഹം മാറി. 2024 വിജയകരമായ ICC T20 ലോകകപ്പ് ഉൾപ്പെടെ ഇന്ത്യയുടെ വിജയങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ എന്നും ചർച്ചയായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ നേട്ടം എന്തുകൊണ്ടും അദ്ദേഹം നൽകുന്ന ഒരു മറുപടി കൂടിയാണ്. കാരണം ആദ്യ മത്സരത്തിലെ പ്രകടനത്തിൽ അത്രമാത്രം വിമർശനങ്ങൾ കുൽദീപിനെ തേടിയെത്തിയിരുന്നു. അതേസമയം ഹാർദിക് പാണ്ഡ്യയും ഇന്ന് പാകിസ്ഥാന്റെ നില തെറ്റിച്ചതിൽ മുന്നിൽ തന്നെയുണ്ട്. പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റനും നമ്പർ 1 ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ ബാബറിനെയാണ് പാണ്ഡ്യ പുറത്താക്കിയത്. അതും വിക്കറ്റിന് ശേഷം ബൈ ബൈ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. ബാബർ അസം ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ആയേക്കുമെന്ന് തോന്നിക്കവെയാണ് ഹാർദിക് മുൻ പാക് നായകനെ മടക്കി അയച്ചത്. പാകിസ്ഥാൻ ഇന്നിംഗ്സിലെ 9ാം ഓവറിലെ 2ാം പന്തിൽ വിക്കറ്റ് കീപ്പർ KL രാഹുലിന് ക്യാച്ച് നൽകിയാണ് ബാബറിന്റെ മടക്കം. ടാറ്റ ബൈ ബൈ എന്ന് കൈകൊണ്ട് കാട്ടിയാണ് ഹാർദിക് ബാബറിനെ യാത്രയച്ചത്. പിന്നാലെ 2 കൈയും ഉപയോഗിച്ച് പോകോ എന്ന അർത്ഥത്തിലും ആക്ഷൻ കാണിച്ചു. ഇതോടെ വീഡിയോ വൈറലാവുകയും ചെയ്തു.